കോൺഗ്രസിന്റെ ദേശീയ നേതാവായ മല്ലികാർജുൻ ഖാർഗെ സനാതന ധർമ്മം എല്ലാവരുടേതുമാണെന്നും ഖാർഗെ പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഖാർഗെ പറയില്ല. ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയും സനാതന ധർമ്മം എല്ലാവരുടെയും സംസ്കാരമാണെന്ന് പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സനാതനധർമ്മം നമ്മുടെ ഒരു സംസ്കാരത്തിന്റെ ഭാഗമാണെന്നാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ അന്നത്തെ ശിവഗിരി തീർത്ഥാടന സമ്മേളനത്തിൽ പറയുന്നത്. അപ്പോൾ ശബരിമലയിൽ സ്ത്രീ പ്രവേശനം ഉണ്ടായാൽ പ്രവേശിക്കുന്ന സ്ത്രീകൾക്ക് കഠിന തടവ് കൊടുക്കുമെന്ന് പറഞ്ഞ ആളുകള് സനാതനധർമ്മം എല്ലാവരുടെയും സംസ്കാരമാണെന്ന് പറയുന്നതിൽ എനിക്ക് അത്ഭുതമൊന്നുമില്ല. അപ്പൊ സനാതനധർമ്മം എല്ലാവരുടെയും സംസ്കാരമാണെന്ന് പറഞ്ഞ ഗുരുവിനെ അപമാനിക്കലല്ലേ അത്? സനാതനധർമ്മം എല്ലാവരുടെയും സംസ്കാരമാണെന്ന് പറയുന്നവർ മഹാത്മാ അയ്യങ്കാളിയെ അപമാനിക്കുകയല്ലേ ചെയ്യുന്നത്? സനാതനധർമ്മം എല്ലാവരുടെയും സംസ്കാരമാണെന്ന് പറയുന്നവർ ഡോക്ടർ ബി ആർ അംബേദ്കറെ അപമാനിക്കുകയാണ് ചെയ്യുന്നത്. സനാതനധർമ്മം എല്ലാവരുടെയും സംസ്കാരമാണെന്ന് പറയുന്നവർ ഇന്ത്യൻ ഭരണഘടനയെ അപമാനിക്കുകയാണ് ചെയ്യുന്നത്. സഹോദരൻ അയ്യപ്പന് ശേഷം ധർമ്മം എന്ന് പറയുന്നത് വർണ്ണാശ്രമ ധർമ്മമാണ് എന്ന് ശിവഗിരിയിൽ പറയാൻ ധൈര്യം കാട്ടിയത് പിണറായി വിജയനാണെന്നുള്ളത് വളരെ പ്രസക്തമായ പ്രധാനപ്പെട്ട അഭിനന്ദനീയമായ ഒരു കാര്യമാണ്. ഒരു ഭരണാധികാരി പറയുക എന്നുള്ളത്. പിണറായി പറഞ്ഞ എന്താണ്? സനാതന ധർമ്മം എന്ന് പറയുന്നത് വർണ്ണാശ്രമ ധർമ്മം തന്നെയാണ്. ഉദയനിധി പറഞ്ഞത് എന്താണ്? സനാതന ധർമ്മം കോവിഡ് മഹാമാരി പോലെ ഉന്മൂലനം ചെയ്യണം. അത് നമുക്ക് ചില കാര്യങ്ങൾക്ക് ബദൽ സൃഷ്ടിക്കാൻ പറ്റും. സനാതന ധർമ്മത്തിന് ബദലില്ല. അതിനെ തന്നെ ഉന്മൂലനം ചെയ്യണം, അനിഹിലേറ്റ് ചെയ്യണം. അനിഹിലേഷൻ ഓഫ് കാസ്റ്റ് എന്നതുകൊണ്ട് ഡോക്ടർ ബി ആർ അംബേദ്കർ അർത്ഥമാക്കുന്ന അനിഹിലേഷൻ ഓഫ് സനാതന ധർമ്മയാണ്. ഹിന്ദുവായി ജനിച്ച് ഞാൻ ഒരിക്കലും ഹിന്ദുവായി മരിക്കില്ല. അതിനെതിരെ രംഗത്ത് വന്നത് ഗാന്ധിയാണ്. അനിഹിലേഷൻ ഓഫ് കാസ്റ്റിനെതിരായി രംഗത്ത് വന്നത് ഗാന്ധിയാണ്. അംബേദ്കർ ഹിന്ദുവിന്റെ ശത്രുവാണെന്ന് പറഞ്ഞത് ഗാന്ധിയാണ്. യുവർ ശ്രീകൃഷ്ണ വാസ് എ റെഗുലർ മർഡറർ. നിങ്ങളുടെ കൃഷ്ണൻ ഒരു പരമ്പര കൊലയാളിയല്ലായിരുന്നു എന്നാണ് ഗാന്ധിയുടെ മുഖത്ത് നോക്കിയാണ് സഹോദരൻ അത് ചോദിച്ചത്. ഒരു ഭക്തൻ ഗുരുസ്വാമിയോട് ചോദിച്ചു, വർണ്ണാശ്രമം നല്ലതാണെന്നാണ് ഗാന്ധി പറയുന്നത്. ഗുരുസ്വാമി പറഞ്ഞ മറുപടി, ഗാന്ധി വേണ്ടവണ്ണം ആലോചിച്ചിട്ടില്ലായിരിക്കാം. കീഴാളരാക്കപ്പെട്ട മനുഷ്യരുടെ, ബഹുജനങ്ങളുടെ, ദളിത മനുഷ്യരുടെ ആരാധനാമൂർത്തികളെ ബ്രാഹ്മണ്യം പൂണൂലിടിച്ച് സ്വാംശീകരിച്ചു. അങ്ങനെ അവരെ പുറന്തള്ളി. ബ്രാഹ്മണ്യത്തിന്റെ ദൈവഭാവന അടിസ്ഥാനപരമായി പുരുഷാധിപത്യപരമായ ദൈവസങ്കല്പം മാത്രമേ ബ്രാഹ്മണ്യത്തിലുള്ളൂ. ബ്രാഹ്മണർ എഴുതി ഏതെങ്കിലും തന്ത്രഗ്രന്ഥത്തിൽ അയ്യപ്പനെ ശരണം വിളിക്കുന്ന ഒരു മന്ത്രം ബ്രാഹ്മണരുടെ തന്ത്രഗ്രന്ഥത്തിലുണ്ടോ? ഏതെങ്കിലും ഒരു ഗ്രന്ഥം അയ്യപ്പനെ പറ്റി ബ്രാഹ്മണരുടെ ഏത് തന്ത്രഗ്രന്ഥത്തിലാണ് പരാമർശമുള്ളത്? ശാസ്താവിനെ പറ്റിയുള്ള പരാമർശമുണ്ട്. അയ്യപ്പൻ എന്നൊരു വാക്ക് ബ്രാഹ്മണരുടെ തന്ത്രഗ്രന്ഥത്തിലില്ല. ബ്രാഹ്മണ്യം ചികിത്സയ്ക്ക് തന്നെ എതിരായിരുന്നു എന്നുള്ളതാണ്. ചികിത്സ ചെയ്യുന്ന വൈദ്യന്മാരെ അകറ്റി നിർത്തണമെന്ന് ധർമ്മസൂത്രങ്ങളിൽ വിധിയുണ്ട്. ചികിത്സ ചെയ്യുന്ന ആയുർവേദ വൈദ്യന്മാർ ഏറ്റവും മോശക്കാരാണെന്ന് പറഞ്ഞവരാണ് ധർമ്മസൂത്രകർത്താക്കൾ. അബ്ദുൽ പലീവാളിന്റെ പഠനം സൂചിപ്പിക്കുന്നത് ഇന്ത്യൻ സർവകലാശാലകളിലെ 96% തസ്തികളിലും സവർണരാണ് അധ്യാപകരായി ജോലി ചെയ്യുന്നത്. ഇതാണ് സനാതന ധർമ്മം. ബ്രാഹ്മണന്റെ സ്വർണ്ണം അപഹരിക്കുന്നവർ ആണ് പ്രമേഹം വരുന്നത്. അപ്പൊ ഈ കേരളത്തിലെ, ഇന്ത്യയിലെ മുഴുവൻ പ്രമേഹ ബാധിതർ കഴിഞ്ഞ ജന്മത്തിൽ ബ്രാഹ്മണന്റെ സ്വർണ്ണം അപഹരിച്ചവരാ. അതിന് ചികിത്സയല്ല സായണം പറയുന്നത്. പകരം ആളുകളുടെ സ്വത്ത് മുഴുവൻ ബ്രാഹ്മണർക്ക് ദാനം നൽകി കാശിയിലേക്ക് പോവുക. പ്രമേഹം മാറും. എനിക്കുറപ്പില്ല പ്രമേഹം. സാർ, ഇപ്പോൾ തത്വമസിനെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, ശബരിമലയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഇപ്പോൾ ഈയിടെ വിശ്വ ഹിന്ദു പരിഷത്ത് പറയേണ്ടായി, വാവര് പള്ളി അവിടെ നിന്ന് മാറ്റണം, അല്ലെങ്കിൽ പേട്ടതുള്ളൽ പോലുള്ള കാര്യങ്ങൾ ചെയ്യരുത്, 41 ദിവസം വ്രതമെടുത്ത് വരുന്ന സ്വാമിയുടെ വ്രതം പേട്ടതുള്ളിലൂടെ പോകുന്നു എന്നുള്ള രീതിയിലുള്ള പരാമർശങ്ങളൊക്കെ. അതുപോലെ തന്നെ ശബരിമലയും മലയരയരും തമ്മിലുള്ള ഒരു ബന്ധം, അതിനെല്ലാം സാർ എങ്ങനെയാണ് കാണുന്നത്? ഇതിനകത്ത് ശബരിമലയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ശബരിമല എന്ന് പറയുന്നത് വളരെ പ്രാചീന കാലം മുതൽ തന്നെ നമുക്ക് ലഭ്യമായ ചരിത്ര രേഖകൾ ലഭ്യമാകുന്ന കാലഘട്ടം മുതൽ തന്നെ ഞാൻ കണ്ട കേരളം, സാമുവൽ മറ്റൂർ, താളനാനി അരയർ എന്ന് പറയുന്ന ഒരാള് ശബരിമലയിലെ പൂജാരിയാണെന്നുള്ള പരാമർശം സാമുവൽ മറ്റൂർ പങ്കുവെക്കുന്നുണ്ട് ഞാൻ കണ്ട കേരളത്തിൽ. അതിന്റെ അർത്ഥം എന്താണ്? വളരെ വ്യക്തമാണ്. ഒരു അബ്രാഹ്മണ സങ്കേതമായിരുന്നു. ബ്രാഹ്മണേതരമായ ആരാധനകളും അനുഷ്ഠാനങ്ങളും നിലനിന്നൊരു സങ്കേതമായിരുന്നു. കേരളത്തിന്റെ ഒരു പൊതുചരിത്രം പരിശോധിച്ചാൽ തിരുപ്പുലിയൂർ ഗ്രന്ഥവരി നമുക്ക് ലഭ്യ മധ്യകാലഘട്ടത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട രേഖ, ക്ഷേത്ര രേഖയാണ് തിരുപ്പുലിയൂർ ഗ്രന്ഥവരി. ആ തിരുപ്പുലിയൂർ ഗ്രന്ഥവരിയിൽ ഒരിടത്തുള്ള പരാമർശം, കൂന്തൽ എന്നൊരു ഭൂതം അതിന് ശാസ്താവായി നിവേദ്യം. കൂന്തൽ എന്നൊരു ഭൂതം അതിന് ശാസ്താവായി നിവേദ്യം. തിരുപ്പുലിയൂർ ക്ഷേത്രത്തിൽ കൂന്തൽ എന്ന് പറഞ്ഞൊരു ഭൂതം ഉണ്ടായിരുന്നു. ബ്രാഹ്മണര് കൂന്തലിനെ ആരാക്കി മാറ്റി? ശാസ്താവാക്കി മാറ്റി. ഇങ്ങനെയാണ് ബ്രാഹ്മണ്യം ചെയ്തുകൊണ്ടിരുന്നത്. ബ്രാഹ്മണ്യം ചെയ്യുന്നത് കീഴാളരാക്കപ്പെട്ട മനുഷ്യരുടെ, ബഹുജനങ്ങളുടെ, ദളിത മനുഷ്യരുടെ
ആരാധനാമൂർത്തികളെ ബ്രാഹ്മണ്യം പൂണൂലിടിച്ച് സ്വാംശീകരിച്ചു. ഉം. അങ്ങനെ അവരെ പുറന്തള്ളി. ഇപ്പൊ ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും അറിയപ്പെടുന്ന ക്ഷേത്രമാണ് തിരുപ്പതി ക്ഷേത്രം. ഉം. ഉം. തിരുപ്പതി ക്ഷേത്രത്തെ പറ്റി സ്കന്ദപുരാണത്തിൽ തിരുപ്പതി മാഹാത്മ്യം എന്ന് പറയുന്ന അധ്യായത്തിൽ പറയുന്നത്, ഉം. തിരുപ്പതി ക്ഷേത്രം ഒരു കാലത്ത് ചാമ കൃഷി ചെയ്തിരുന്ന ആദിവാസികളുടെ സങ്കേതമായിരുന്നു തിരുപ്പതി ക്ഷേത്രം. ഉം. ഉം. ഇത് സ്കന്ദപുരാണത്തിൽ ബ്രാഹ്മണർ തന്നെ എഴുതിയ സ്കന്ദപുരാണത്തിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഉം. ചാമ കൃഷി ചെയ്തിരുന്ന ആദിവാസികളുടെ സങ്കേതം. ഉം. 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 അപ്പോൾ അവരാരാധിച്ചിരുന്ന പന്നിയായിരുന്നു, വരാഹം എന്ന് ബ്രാഹ്മണർ പറയുന്നു. ഉം. ഉം. ഈ പന്നി അവര് ചാമ അരി കൊണ്ട് പായസം വെച്ച് അവർക്ക് ഈ ആദിവാസികൾ പന്നിയെ പൂജിച്ചു. ഉം. വർഷത്തിലൊരിക്കൽ ഈ പുരോഹിതന്റെ ശരീരത്തിലേക്ക് ഈ വരാഹം ആവേശിക്കും. ഉം. ഉം. അങ്ങനെ പന്നിയെ പോലെ ഇയാൾ മണ്ണിൽ കൂപ്പുകുത്തും, ഉം. ഉം. മണ്ണിൽ കിടന്നുരുളും. ഉം. ഉം. ഇതെല്ലാം സ്കന്ദപുരാണത്തിൽ വിവരിക്കുന്ന കാര്യമാണ്. ഉം. ഉം. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ രാജാവ് ഒരു സ്വപ്നം കാണുക, ഉം. തിരുപ്പതിയിൽ മഹാവിഷ്ണുവിനെ പ്രതിഷ്ഠിക്കണം. ചാമ കൃഷി ചെയ്ത ആദിവാസികൾ അവിടുന്ന് പുറത്തായി. ഉം. വിട്ടൽ എന്ന് പറയുന്ന മൂർത്തി, ഉം. വിട്ടൽ അവിടുത്തെ പശുപാലക ഗോത്രക്കാരുടെ ദേവതയായിരുന്നു എന്ന് ഡി കൊസാംബി പറയുന്നുണ്ട്. ഉം. ഉം. വിട്ടലിനെ ബ്രാഹ്മണ്യം എന്താക്കി മാറ്റി? വിഷ്ണുവാക്കി മാറ്റി. മഹാരാഷ്ട്രയിലെ തദ്ദേശീയ ജനവിഭാഗങ്ങളുടെ ആരാധനാമൂർത്തിയായിരുന്നു മൈസമ്മ. ഉം. ഉം. മൈസമ്മ എന്ന് പറയുന്ന അമ്മ ദൈവം. ഉം. മൈസമ്മയെ ബ്രാഹ്മണ്യം ദുർഗയാക്കി മാറ്റി. യോക്കോച്ചി അവരുടെ ദ വാരിയർ ഗോഡസ് എന്ന് പറയുന്ന വിഖ്യാതമായ PhD പ്രബന്ധത്തിൽ, ഉം. ഞാൻ വിഖ്യാതമാണെന്ന് പറയുന്നതിനർത്ഥം ഇന്ത്യയിലെ മുഴുവൻ ആൾക്ക് ആ പ്രബന്ധത്തെ പറ്റി അറിയാവുന്നത് കൊണ്ടല്ല, ഉം. ഉം. ഈ ബ്രാഹ്മണ്യത്തിന്റെ ഹിംസാത്മക യുക്തികളെ തുറന്നു കാട്ടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രബന്ധമായതുകൊണ്ടാണ്. ഉം. ഉം. ദ വാരിയർ ഗോഡസിൽ യോക്കോച്ചി പറയുന്നത്, വിന്ധ്യാപർവ്വത വനവാസികളായിരുന്ന ആളുകളുടെ ആരാധനാ മൂർത്തിയായിരുന്നു ദുർഗ, അമ്മ ദൈവം. ഉം. ആ അമ്മ ദൈവത്തെ ബ്രാഹ്മണ്യം എന്താക്കി മാറ്റി? ദുർഗയാക്കി മാറ്റി. ഉം. ഉം. ഇങ്ങനെ ബ്രാഹ്മണ്യ എക്കാലത്തും, ബ്രാഹ്മണ്യത്തിനൊരു ദൈവഭാവന ഇല്ല. ബ്രാഹ്മണ്യത്തിന്റെ ദൈവഭാവന അടിസ്ഥാനപരമായി പുരുഷാധിപത്യപരമായ ദൈവസങ്കല്പം മാത്രമേ ബ്രാഹ്മണ്യത്തിലുള്ളൂ. ഋഗ്വേദം നോക്കൂ, നിങ്ങൾക്ക് അമ്മ ദൈവങ്ങളെ കാണാനേ പറ്റില്ല. ഉം. അമ്മ ദൈവങ്ങൾ വളരെ കുറവാണ്. സരസ്വതി എന്നൊക്കെ പറയുന്നൊരു നദിയെ പറ്റിയാ, ഉം. 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 അല്ലാതെ മുഴുവൻ പുരുഷ ദൈവങ്ങളാ. ഇന്ദ്രൻ, അഗ്നി, യമൻ, നിർതി, വരുണൻ, വായു, ഉം. അതുപോലെ ത്രിവിക്രമൻ ഉം. എന്നൊക്കെ പറയുന്ന സങ്കല്പമാണ്. ഈ ത്രിവിക്രമൻ ആരായിരുന്നു? മഹാവിഷ്ണു എന്ന് പറയുന്ന ത്രിവിക്രമന്റെ ജോലി എന്തായിരുന്നു? അദ്ദേഹം 3 പാദങ്ങൾ കൊണ്ട് ലോകത്തെ മുഴുവൻ അളന്നെന്നാ പറയുന്നത്. ഉം. ഉം. ഋഗ്വേദം വായിച്ചാൽ അറിയാം. ഋഗ്വേദത്തിൽ പറയുന്നുണ്ട് ആർക്ക് വേണ്ടിയാണ് അദ്ദേഹം ഈ 3 ലോകത്തെയും അളന്നത്? ബ്രാഹ്മണർക്ക് വേണ്ടിയാണെന്ന് വളരെ വ്യക്തമായ പരാമർശം ഋഗ്വേദത്തിലുണ്ട്. ഇങ്ങനെയുള്ള വാമനെയാണ് എല്ലാവരുടെയും വാമനാക്കി മാറ്റാൻ പറയുന്നത്. അതുകൊണ്ടാണ് സഹോദരനായപ്പം പറഞ്ഞ വാമനാദർശം വെടിഞ്ഞിടണം, മാബലി വാഴ്ച വരുത്തിടണം. ഈ വാമനന്റെ ആദർശം, ആ ആദർശം എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണ്യ ആദർശമാണ്, പുരുഷാധിപത്യ മേൽക്കോയ്മയാണ്. ആ ത്രൈവർണിക പുരുഷാധിപത്യ മേൽക്കോയ്മ ഉപേക്ഷിച്ചാൽ മാത്രമേ സാഹോദര്യത്തിന്റെ മാബലി വാഴ്ച വരികയുള്ളൂ എന്നാണ് സഹോദരൻ പറയുന്നത്. ഇങ്ങനെ വിശദമാക്കാൻ കാരണം, ശബരിമലയെ സംബന്ധിച്ച് ശബരിമല ഒരു ബഹുജന ആരാധനാ കേന്ദ്രമായിരുന്നു. ശരണം അയ്യപ്പ എന്നുള്ള വിളി നിങ്ങൾക്ക് എവിടെ കാണാൻ കഴിയും? ശരണം അയ്യപ്പ എന്നുള്ള വിളി ബ്രാഹ്മണൻ എഴുതി ഏതെങ്കിലും തന്ത്രഗ്രന്ഥത്തിൽ അയ്യപ്പനെ ശരണം വിളിക്കുന്ന ഒരു മന്ത്രം ബ്രാഹ്മണരുടെ തന്ത്രഗ്രന്ഥത്തിലുണ്ടോ? ഏതെങ്കിലും ഒരു ഗ്രന്ഥം അയ്യപ്പനെ പറ്റി ബ്രാഹ്മണരുടെ ഏത് തന്ത്രഗ്രന്ഥത്തിലാണ് പരാമർശമുള്ളത്? ശാസ്താവിനെ പറ്റിയുള്ള പരാമർശമുണ്ട്. അയ്യപ്പൻ എന്നൊരു വാക്ക് ബ്രാഹ്മണരുടെ തന്ത്രഗ്രന്ഥത്തിലില്ല. പിന്നെ കക്കാട് നാരായണ നമ്പൂതിരെ പോലെയുള്ളവർ പിൽക്കാലത്ത് സബരിവാരം പൂജ മുതലായ ഗ്രന്ഥങ്ങൾ എഴുതി. ആ സബരിവാരം പൂജയിലാണ് അയ്യപ്പൻ, അയ്യൻ എന്നൊക്കെയുള്ള പരാമർശമാണ്. അപ്പോഴും തന്ത്രം പഠിച്ച ഒരാളെന്ന നിലയിൽ ഞാൻ പറയുന്നു, അത് അയ്യപ്പന്റെ ധ്യാനമല്ല, മുഴുവൻ ശാസ്താവിന്റെ ധ്യാനമാണ്. ഇപ്പൊ ക്ഷുരികാ കൃപാണ സംയുതം എന്നൊക്കെ പറയുന്ന ധ്യാനമുണ്ട്. അയ്യപ്പനെ സംബന്ധിച്ചുള്ള മറ്റൊരു ധ്യാനമുണ്ട്. സ്നിഗ്ധാരള വിസാരി കുന്തളഭരം സിംഹാസനാദ്യാസിനം സ്ഫൂർജത് പത്ര സുഗുനുത്ത കുണ്ടലമതേ ശിശ്വാസമൃതോദയം നീലക്ഷവുമോസം നവീന ജലദശ്യാമം പ്രഭാ സത്യകസ്പായത് പാർശ്വകുളം സുരക്ത സകലാകൽപ്പം സ്മരേതാര്യകം. പ്രഭയെന്ന ഭാര്യയോടും സത്യകൻ എന്ന മകനോടും കൂടിയിരിക്കുന്ന ആര്യനെ പ്രാർത്ഥിക്കുന്നു. ഇവിടെ പ്രഭയെന്ന ഭാര്യയോടും സത്യകൻ എന്ന മകനോടും കൂടിയുള്ള ശാസ്താവിന്റെ പ്രാർത്ഥനയുള്ള, അയ്യപ്പനില്ല അവിടെ. അപ്പൊ വളരെ പ്രധാനപ്പെട്ട ഏറ്റവും പഴക്കം ചെന്ന രാഗമമാണ് സുപ്രഭേദാഗമം. ആ സുപ്രഭേദാഗമത്തിൽ ശാസ്താവെയുള്ള, അയ്യപ്പനില്ല. സുപ്രഭേദാഗമത്തില് ശിവനും വിഷ്ണുവിനും ഉണ്ടായ ശാസ്താവ് എന്ന് പറയുന്ന ഒരു അവതാരത്തെ പറ്റി പറയുന്നുണ്ട്. അയ്യപ്പനില്ല. സുപ്രഭേദാഗമത്തില് ഭീമസംഹിതയിലും
ശാസ്താവിന്റെ ക്ഷേത്രങ്ങൾ നിർമ്മിക്കുന്നതിനെ പറ്റി ഈ കഥയും അവിടെ പറയുമ്പോൾ പോലും ഇങ്ങനൊരു പുത്രനെ പന്തളം രാജാവിന് കൊടുത്ത കഥയൊന്നും സുപ്രഭേദാഗമത്തിലും ഇല്ല. ഭാഗവത പുരാണത്തിലും ശാസ്താവ് ഉണ്ടായ കഥ പറയുമ്പോഴും അത് പന്തളം രാജാവിന് കിട്ടിയ കഥയൊന്നും ഭാഗവത പുരാണത്തിലും ഇല്ല. അയ്യപ്പനാണെന്നുള്ള പരാമർശം ഭാഗവത പുരാണത്തിലും ഇല്ല. കാരണം ബ്രാഹ്മണ പാരമ്പര്യത്തിന് അയ്യപ്പനെ പരിചയമില്ല. ബ്രാഹ്മണ പാരമ്പര്യത്തിന് അയ്യപ്പനെ അറിഞ്ഞുകൂടാ. ബഹുജനങ്ങളുടെ ആരാധനാ സങ്കല്പത്തെ ബ്രാഹ്മണ്യം കയ്യേൽക്കുകയായിരുന്നു. ഇന്ത്യയിലെ തീർത്ഥാടന സങ്കല്പത്തെ പറ്റി ആഴത്തിൽ പഠിച്ചൊരു പ്രബന്ധത്തിൽ ഇന്ത്യൻ ബ്രാഹ്മണ്യം, തീർത്ഥാടന സ്ഥാനങ്ങൾ, ഇന്ത്യയിലെ ബഹുജനങ്ങളുടെ ആരാധനാ സ്ഥാനങ്ങൾ ബ്രാഹ്മണ്യം കയ്യേറിയതിനെ പറ്റി വളരെ വിശദമായി പറയുന്നുണ്ട്. ചരിത്ര പണ്ഡിതയായ വിജയനാഥ് തീർത്ഥാടന സങ്കല്പങ്ങളെ ബ്രാഹ്മണ്യം എങ്ങനെയാണ് തങ്ങളുടെ ഉദരപൂരണത്തിനുള്ള, പൗരോഹിത്യ മേധാവിത്വത്തിനുള്ള, ധർമ്മശാസ്ത്ര മേൽക്കോയ്മ സ്ഥാപിക്കാനുള്ള ഉപാധിയാക്കി മാറ്റിയത് എന്ന് ചരിത്ര പണ്ഡിതയായ വിജയനാഥ് വിശദീകരിക്കുന്നുണ്ട് അവരുടെ പുരാണാസ് ആൻഡ് അക്കൾച്ചറേഷൻ എന്ന് പറയുന്ന പ്രബന്ധത്തിൽ. അപ്പൊ ശബരിമലയും ഈ പറയുന്ന രീതിയിലുള്ള ഒരു ബഹുജനങ്ങളുടെ ആരാധനാ സങ്കേതമായിരുന്നു. ശരണമന്ത്രം ബുദ്ധനുമായി ബന്ധപ്പെട്ട ഒന്നാണ്. അതിന് മറ്റു വഴികളുമായിട്ടൊന്നും ബന്ധമില്ല. പിന്നെ ശരണമന്ത്രം പിന്നെ നമ്മൾ കാണുന്നത് ഒരിടത്ത് മാത്രമാണ്. ദുർഗാദേവിയും ശരണമഹം പ്രബദ്ധേ എന്ന് പറയുന്ന ജയദുർഗയുടെ ഒരു മന്ത്രമുണ്ട് തന്ത്രത്തിൽ. അവിടെ മാത്രം കാണും ദുർഗാദേവിയും ശരണമഹം പ്രബദ്ധേ. അല്ലാതെ വേറെ ശരണം വിളിയൊന്നും നമ്മൾ കാണുന്നില്ല. അപ്പൊ ശരണം എന്ന് പറയുന്ന സങ്കല്പം പോലും ബുദ്ധനിൽ നിന്ന് വന്നതാണ്. അതിനൊരു പ്രധാനപ്പെട്ട തെളിവും കൂടെ. 16-ാം നൂറ്റാണ്ടിൽ കേരളത്തിൽ രചിക്കപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട തന്ത്രഗ്രന്ഥമാണ് തന്ത്രസാര സംഗ്രഹം. ഈ തന്ത്രസാര സംഗ്രഹത്തിലുള്ള എല്ലാ മന്ത്രങ്ങളും അതിനു മുമ്പ് രചിക്കപ്പെട്ട ബുദ്ധ തന്ത്ര ഗ്രന്ഥങ്ങളിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. വിസവന്ത ജാതകം എന്ന് പറയുന്ന ബുദ്ധ ജാതക കഥയുണ്ട്. ആ ബുദ്ധ ജാതക കഥയില് ബോധിസത്വനായ ബുദ്ധൻ കടിച്ച പാമ്പിനെ വരുത്തി വിഷമിറക്കുന്നതിനെ സംബന്ധിച്ച പരാമർശം വിസവന്ത ജാതകത്തിലുണ്ട്. ഈ പരാമർശം തന്ത്രസാര സംഗ്രഹത്തിൽ കാണാം. അപ്പൊ വിസവന്ത ജാതകത്തിൽ നിന്നാണ് ആ കഥ ഇവിടോട്ട് വന്നത്, തന്ത്രസാര സംഗ്രഹത്തിലേക്ക് വന്നത്. തന്ത്രസാര സംഗ്രഹത്തിൽ ആ പരാമർശവും ആ ഐതിഹ്യവും മിത്തുമാണ് പിന്നീട് നമ്മൾ ശ്രീകൃഷ്ണപരന്ത് എന്ന് പറയുന്ന സിനിമയിൽ കടിച്ച പാമ്പിനെ വരുത്തുന്ന വിഷമിറക്കുന്ന ഒരു ക്രിയ നമ്മൾ ശ്രീകൃഷ്ണപരന്തിൽ കാണുന്നുണ്ട്. ഇതിങ്ങനെ വിപുലമായ ചരിത്രമാണ്. ഇതിന് ബ്രാഹ്മണ്യമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. ബ്രാഹ്മണ്യം ചികിത്സയ്ക്ക് തന്നെ എതിരായിരുന്നു എന്നുള്ളതാണ്. ചികിത്സ ചെയ്യുന്ന വൈദ്യന്മാരെ അകറ്റി നിർത്തണമെന്ന് ധർമ്മസൂത്രങ്ങളിൽ വിധിയുണ്ട്. ചികിത്സ ചെയ്യുന്ന ആയുർവേദ വൈദ്യന്മാർ ഏറ്റവും മോശക്കാരാണെന്ന് പറഞ്ഞവരാണ് ധർമ്മസൂത്രകർത്താക്കൾ. ബ്രാഹ്മണ സ്വർണ്ണ ഹരണാത് ബഹുമൂത്ര പ്രമേഹവാൻ എന്ന് സായണന്റെ പ്രായശ്ചിത സുധാനിധിയിലുണ്ട്. ബ്രാഹ്മണന്റെ സ്വർണ്ണം അപഹരിക്കുന്നവർ കാണ് പ്രമേഹം വരുന്നതെന്ന്. അപ്പൊ ഈ കേരളത്തിലെ ഇന്ത്യയിലെ മുഴുവൻ പ്രമേഹബാധിതർ കഴിഞ്ഞ ജന്മത്തിൽ ബ്രാഹ്മണന്റെ സ്വർണ്ണം അപഹരിച്ചവരാ. അതിന് ചികിത്സയല്ല സായണം പറയുന്നത്. പകരം ആളുകളുടെ സ്വത്ത് മുഴുവൻ ബ്രാഹ്മണർക്ക് ദാനം നൽകി കാശിയിലേക്ക് പോവുക. പ്രമേഹം മാറും. എനിക്കുറപ്പില്ല പ്രമേഹം മാറും, സ്വത്തിന്റെ കാര്യത്തിൽ തീരുമാനമാവും. ഇങ്ങനെ അമ്മുമ്മ കഥകളിലൂടെയാണ് ഈ ബഹുജന സംസ്കാരത്തെ ഇല്ലായ്മ ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ അങ്ങനെ നമ്മൾ ശബരിമലയെ കുറെ കൂടെ ആഴത്തിൽ പരിശോധിച്ചാൽ വാവരെന്ന് പറയുന്ന സങ്കല്പം, വാവര് വാപുരൻ എന്ന് പറയുന്ന ഭൂതമാണെന്നൊക്കെയാ പറയുന്നത്. അതിന് ഏതോ പുരാണത്തിൽ അങ്ങനെ വാപുരനാണെന്ന് പരാമർശം ഉണ്ടെന്ന്. ഞാൻ സത്യത്തിൽ ഇങ്ങനെ പറയുന്ന ഒരു വെല്ലുവിളിക്കുക, വാപുരൻ എന്ന് പറയുന്ന ഭൂതത്തെ പറ്റി പരാമർശമുള്ള ഒരു പുരാണം എടുത്തുകൊണ്ട് വരാൻ ഹിന്ദുത്വവാദികളെ ഞാൻ വെല്ലുവിളിക്കുക. ഏത് പുരാണത്തിലാണ് വാപുരൻ എന്ന് പറയുന്ന ശിവഭൂതത്തെ പറ്റി പരാമർശമുള്ളത്? ഒന്നിലും ഇല്ല. വെറുതെ ഇങ്ങനെ കള്ളക്കഥ അങ്ങ് പ്രചരിപ്പിക്കുക. വാപുരൻ എന്ന് പറയുന്ന ഭൂതം അയ്യപ്പനെ സഹായിക്കാൻ വേണ്ടി വന്നതാണ്. ആ വാപുരനാണ് വാവർ എന്ന് പറഞ്ഞാൽ എന്തിനാ രാക്ഷസീയവൽക്കരിക്കുകയാണ് യഥാർത്ഥത്തിൽ. വാവരെ എന്ത് ചെയ്യാണ്? രാക്ഷസവൽക്കരിക്കുക. പന്തളം രാജാവിന്റെ ചെമ്പഴന്നൂർ ചെപ്പേട് എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട രേഖയുണ്ട്. ഇത് PS തെക്കുംഭാഗം എന്ന് പറയുന്ന ശബരിമലയുടെ ചരിത്രത്തെ പറ്റി വളരെ ആഴത്തിൽ പഠിച്ച ഒരാൾ PS തെക്കുംഭാഗം. അദ്ദേഹം ധാരാളം രേഖകൾ ഉദ്ധരിക്കുന്നുണ്ട്. അദ്ദേഹം ഉദ്ധരിക്കുന്നതാണ് ഈ ചെമ്പഴന്നൂർ പട്ടയം. ചെമ്പഴന്നൂർ പട്ടയത്തിൽ വാവരെ ആയുർവേദ ഗുരുഭൂതൻ എന്നാണ് പരാമർശിക്കുന്നത്. ആയുർവേദ ഗുരുഭൂതൻ. നമ്മൾ ആയുർവേദത്തെ പറ്റി പറയുമ്പോൾ ചരകൻ, സുശ്രുതൻ അല്ലെങ്കിൽ ധന്വന്തിരി എന്നൊക്കെയാണ് കേൾക്കുന്നത്. നോക്കൂ, വാവരെയാണ് ഇവിടെ ആയുർവേദ ഗുരുഭൂതൻ എന്ന് പറയുന്നത്. കുരുമുളക് എന്തുകൊണ്ടാണ് അവിടെ സമർപ്പിക്കുന്നത്? കുരുമുളക് സമർപ്പിക്കുന്നത് അത് വ്യാപാരവുമായും ക്രയവിക്രയവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടൊരു കാര്യം കൂടാ. അപ്പൊ വാവരെന്ന് പറയുന്നത് നമ്മുടെ ബഹുസംസ്കാര സംലയനത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് വാവർ. കേരളീയ സംസ്കാരം എന്ന് പറയുന്നത് ഈ ബഹുജന സംസ്കാരമാണ്.
നമ്മൾ ആഴത്തിൽ മനസ്സിലാക്കേണ്ട കാര്യം, കേരളം എന്തുകൊണ്ടാണ് ഒരു മതേതര കേരളമായിരിക്കുന്നത്? ഉം. നമ്മൾ ഇന്ത്യ മതേതര രാഷ്ട്രമാണെന്ന് പറയുന്നുണ്ടല്ലോ, അതെന്തുകൊണ്ടാണ് ഇന്ത്യ മതേതര രാഷ്ട്രമായിരിക്കുന്നത്? ഇന്ത്യ മതേതര രാഷ്ട്രമാകാൻ, കേരളം മതേതര ഇടമായി നിലനിൽക്കാൻ പ്രധാനപ്പെട്ട കാരണം കേരളത്തിലെ ന്യൂനപക്ഷങ്ങളാണ്. കേരളത്തിൽ ധാരാളം ന്യൂനപക്ഷങ്ങൾ ഉള്ളത് കൊണ്ടും അവരുടെ ഇടങ്ങളായതുകൊണ്ടും കൂടിയാണ് നമ്മുടെ രാജ്യം ഒരു മതേതര രാഷ്ട്രമായി നിലനിൽക്കുന്നത്. അക്കാര്യം നമ്മൾ പലപ്പോഴും മറച്ചു വെക്കാറുണ്ട്. ഇന്ത്യ ഒരു മതേതര രാഷ്ട്രമായി നിലനിൽക്കുന്നത് ഇന്ത്യ ഒരു ബഹുസംസ്കാര സംലയനത്തിന്റെ ഭൂമികയായതുകൊണ്ടാണ്, അല്ലാതല്ല. അതിന്റെ ഒരു തെളിവാണ് നമ്മൾ ശബരിമലയിൽ കാണുന്ന വാവരുടെ സങ്കേതം. തന്നെയല്ല, വാവർക്ക് കൊടുക്കുന്ന മറ്റൊരു രേഖ ഗുരുതി നടത്തും മണ്ഡല മകരവിളക്ക് കാലത്ത് ഈ ശബരിമലയിൽ ഗുരുതി നടത്താൻ വാവർക്ക് കൊടുക്കുന്ന ഒരു രേഖയുണ്ട്, അധികാരം കൊടുക്കുന്ന, വാവരുടെ കുടുംബത്തിന് അധികാരം കൊടുക്കുന്ന രേഖയുണ്ട്. അവിടെ ആ രേഖയിൽ അദ്ദേഹത്തിന് ഒരു നിശ്ചിത സ്ഥലം കൊടുക്കുകയും അവിടെ 36 ആടുകളെ ബലി കഴിക്കണമെന്ന് പറയുന്നുണ്ട്. ആ പരാമർശവും രേഖയിൽ കാണാം. ഇതെല്ലാം എൻ്റെ ശബരിമല ഹിന്ദുത്വതന്ത്രങ്ങളും യാഥാർത്ഥ്യം എന്ന് പറയുന്ന പുസ്തകത്തിൽ ഈ രേഖകളെല്ലാം ഞാൻ ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ നിലനിന്നൊരു സങ്കേതമാണ് ശബരിമല എന്ന് പറയുന്നത്. നോക്കൂ, നമ്മുടെ ഇന്ത്യയിലെ മൊത്തത്തിലുള്ള, ഇപ്പൊ ഈ ഗുജറാത്തിൽ തന്നെ ഒരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിൽ എഴുതി വെച്ചിരിക്കുന്ന അള്ളാഹുവിന് സ്തുതി എന്നാണ്. അള്ളാഹുവിന് സ്തുതി എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. എന്താണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അപ്പം ആളുകള് ഈ സനാതനികൾ വാദിക്കുന്നത് പോലെ ശത്രുക്കളായിട്ടല്ല നിലനിന്നത്. സാഹോദര്യത്തിന്റെ കൊടുക്കൽ വാങ്ങൽ ഒരു ചരിത്രം കൂടി ഇന്ത്യക്കുണ്ട്, കേരളത്തിനുണ്ട്. ആ സാഹോദര്യ ചരിത്രത്തിന്റെ, ആ ആദാനപ്രധാന ചരിത്രത്തിന്റെ ഒരു വലിയ ഭാഗമാണ് വാവരെന്ന് പറയുന്നത്. ആ വാവരെ ഉന്മൂലനം ചെയ്യുന്നതിലൂടെ ഹിന്ദുത്വവാദികൾ ശ്രമിക്കുന്നത് എന്താണ്? സാഹോദര്യത്തിന്റെ ചരിത്രത്തെ റദ്ദ് ചെയ്ത് ശബരിമലയെ ഒരു സവർണ ഒളിഗാർക്കിക്കൽ സ്പേസ് ആക്കി സമ്പൂർണമാക്കി മാറ്റുക, ഒരു ബ്രാഹ്മണിക്കൽ സങ്കേതമാക്കി സമ്പൂർണമായി മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയാണ് വാവരെ അവിടെ നിന്ന് ഉന്മൂലനം ചെയ്തത്. അതിനൊരു ഒരു കഥയും കൂടെ അവർ ഇറക്കിയിട്ടുണ്ട്, ദേവപ്രശ്നത്തിൽ കണ്ടു എന്ന്. എന്താണ് ദേവപ്രശ്നത്തിന്റെ ആധികാരികത? എന്നാണ് ക്ഷേത്രത്തിൽ ദേവപ്രശ്നം വെക്കാൻ തുടങ്ങിയത്? അത് നമ്മൾ പരിശോധിക്കണ്ടേ? തന്ത്രസമുച്ചയം ഉൾപ്പെടെയുള്ള ഗ്രന്ഥങ്ങളിൽ ക്ഷേത്രത്തിൽ ദേവപ്രശ്നം വെക്കണമെന്ന് ഒരു പരാമർശവും ഇല്ല. പ്രയോഗമഞ്ജരി, ശേഷസമുച്ചയം, തന്ത്രസമുച്ചയം, കുഴിക്കാട്ട് വെച്ച കേരളത്തിലെ തന്ത്രഗ്രന്ഥങ്ങൾ മുഴുവൻ എടുത്തു വെച്ച് പരിശോധിച്ചാലും കേരളത്തിൽ ദേവപ്രശ്നം, ക്ഷേത്രത്തിൽ നടക്കുന്ന ചൈതന്യഹാനി, കോട്ടാൻകോട്ട് ചൈതന്യഹാനിക്ക് പരിഹാരമായി ദേവപ്രശ്നം നോക്കി പ്രായശ്ചിത്ത കർമ്മങ്ങൾ ചെയ്യണമെന്ന് പറയുന്ന ഒരു വരി പോലും നമുക്ക് ഒരു തന്ത്രഗ്രന്ഥത്തിലും കാണാൻ കഴിയില്ല. ഒരു തന്ത്രത്തിന് അങ്ങേയറ്റം നമ്മൾ കാണുന്നത്, തന്ത്രസമുച്ചയത്തിൽ കാണുന്നത് മൗഹോർത്തികോത്തമ എന്ന് കാണും. പ്രതിഷ്ഠ ചെയ്യുന്ന സമയത്ത് മൗഹോർത്തികോത്തമ, മുഹൂർത്തം നോക്കി ഒരു മുഹൂർത്തജ്ഞനെ സംബന്ധിച്ചൊരു പരാമർശം കാണാം. അല്ലാതെ ക്ഷേത്രത്തിലെ ചൈതന്യഹാനിക്ക്, ആ ചൈതന്യഹാനി വരുമ്പോൾ ഒരു ദേവപ്രശ്നം വെക്കണമെന്നുള്ള ഒരു പരാമർശം കേരളത്തിൽ ഒരു തന്ത്രഗ്രന്ഥത്തിലും ഇല്ല. അങ്ങനെ ദേവപ്രശ്നം എന്ന് പറയുന്ന സങ്കല്പം വരുന്നത് വളരെ പിൽക്കാലത്ത് 1750 ഇടയ്ക്കാട് നമ്പൂതിരി എഴുതിയ പ്രശ്നമാർഗം എന്ന ഗ്രന്ഥത്തിലാണ് ആദ്യമായി ദേവപ്രശ്നം എന്ന സങ്കല്പം വരുന്നത്. അതിനു മുമ്പ് ദേവപ്രശ്നത്തെ പറ്റി പരാമർശിക്കുന്ന ഒരു ചരിത്രരേഖയും കേരളത്തിൽ ലഭ്യമല്ല. ഒരു തന്ത്രഗ്രന്ഥങ്ങളും അതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഇപ്പോഴും നോക്കൂ, ഈ തന്ത്രപാരമ്പര്യം ഇന്ത്യയിൽ മുഴുവൻ നിലനിൽക്കുന്നതാണല്ലോ. തമിഴ്നാട്ടില് ഈ കേരളത്തിലെ രചിക്കപ്പെട്ട തന്ത്രഗ്രന്ഥങ്ങളുടെ സോഴ്സ് എന്ന് പറയുന്നത് തമിഴ്നാട്ടിലെ ആഗമങ്ങളാണ്. പ്രയോഗമഞ്ജരീകാരൻ തന്നെ പറയുന്നുണ്ട്, താൻ രചിക്കുന്ന തന്ത്രഗ്രന്ഥത്തിന്റെ സോഴ്സ് മെറ്റീരിയല് ആഗമങ്ങളാണെന്നാണ് പറയുന്നത്. ഈ ആഗമങ്ങളുടെ ഉൽപ്പത്തി സ്ഥലം ഏതാണ്? അത് തമിഴ്നാടാ. തമിഴകത്താണ് ആഗമങ്ങൾ ഉണ്ടായത്. ശൈവാഗമങ്ങളെല്ലാം ഉണ്ടായത് തമിഴകത്താണ്. എന്തിനേറെ പറയുന്നു, കേരളത്തിലെ ഭദ്രകാളി പൂജ. ഈ ഭദ്രകാളി പൂജയുടെ ആധാര ഗ്രന്ഥം കേരളത്തിലെ 2 ഗ്രന്ഥങ്ങളാണ്, മാതൃസദ്ഭാവവും ശേഷസമുച്ചയവും. ശേഷസമുച്ചയത്തിൽ പറയുന്നത് മാതൃസദ്ഭാവാദ്യാഗമോക്ത ക്രിയാക്രമം വദൻ. ശേഷസമുച്ചയം ഒരു കേരളീയ തന്ത്രഗ്രന്ഥമാണ്. അതിൽ പറയുന്നു, മാതൃസദ്ഭാവം മുതലായ ആഗമ ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാണ് ഞാൻ ഈ ഗ്രന്ഥം എഴുതുന്നതെന്ന് ശേഷസമുച്ചയകാരൻ പറയുന്നു. നമുക്ക് മാതൃസദ്ഭാവം നോക്കാം. മാതൃസദ്ഭാവത്തിൽ പറയും, യാമളേഷു സമാലോച്യ സ്വസാമർത്യാനുരൂപതഃ. ഞാൻ ഈ ഗ്രന്ഥം എഴുതുന്നത് യാമളങ്ങൾ പരിശോധിച്ചിട്ടാണ്. ശേഷസമുച്ചയകാരൻ പറയുന്നത് ഞാൻ മാതൃസദ്ഭാവം നോക്കിയിട്ടാണ് ഇത് എഴുതുന്നത്. മാതൃസദ്ഭാവകാരൻ പറയുന്നത് ഞാൻ ഇതൊക്കെ യാമളങ്ങൾ നോക്കിയിട്ടാണ് എഴുതുന്നത്. അപ്പൊ നമുക്ക് യാമളങ്ങൾ നോക്കാം. ഇന്ത്യയിൽ പ്രധാനപ്പെട്ട 5 യാമള ഗ്രന്ഥങ്ങളുണ്ട്. അതിലെ 2-3 ഉത്തരേന്ത്യയിലും പ്രധാനപ്പെട്ട 2 ദക്ഷിണേന്ത്യയിലുമാണ്. ആ യാമള ഗ്രന്ഥങ്ങളിൽ ഒന്ന്
പോണ്ടിച്ചേരി ഫ്രഞ്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ഒന്ന് തിരുവനന്തപുരം മാനുസ്ക്രിപ്റ്റ് ലൈബ്രറിയിലും ഉണ്ട്. ഈ 2 ബ്രഹ്മയാമളങ്ങളും തമിഴകത്തെ ബ്രഹ്മയാമളങ്ങളാണ്. ഇതിൽ നിന്ന് എന്താണ് തെളിയുന്നത്? കേരളത്തിലെ ബ്രാഹ്മണർ എഴുതി കൂട്ടിയ തന്ത്രഗ്രന്ഥങ്ങളുടെ ആധാരം എന്ന് പറയുന്നത് തമിഴകത്തെ ഗ്രന്ഥമാണെന്നർത്ഥം. ഈ ആമള ഗ്രന്ഥത്തിൽ ഒരിടത്തും ബ്രാഹ്മണൻ ഭദ്രകാളിയെ പൂജിക്കണമെന്ന് ഒരു പരാമർശവും ഇല്ല. ഭദ്രകാളിയെ പൂജിക്കേണ്ടത് പാരശവർ എന്ന് പറയുന്ന അന്തരാള ജാതിയാണെന്നാണ് ബ്രഹ്മയാമളം പറയുന്നത്. അപ്പൊ ഭദ്രകാളി ആരാധനയെ സംബന്ധിച്ച് ഇത്തരം ഒരു ആചാര വ്യവഹാരം ഉണ്ട്. ബാണഭട്ടന്റെ കൃതിയിൽ കാദംബരിയിലും ഹർഷചരിതത്തിലും ഭദ്രകാളിയെ പൂജിക്കുന്ന ശബരരാണെന്നുള്ള പരാമർശം കാണാം. ശബരർ എന്ന് പറയുന്ന ആദിവാസി ഗോത്ര വിഭാഗമാണ് ഭദ്രകാളിയെ പൂജിക്കുന്നത്. മീനും ഇറച്ചിയൊക്കെ ഭദ്രകാളിക്ക് നേദിച്ചതിനെ സംബന്ധിച്ച പരാമർശം ബ്രഹ്മയാമളത്തിൽ കാണാം. ബ്രഹ്മയാമളത്തിൽ കുജവാര ബലി എന്ന് പറഞ്ഞൊരു പരാമർശമുണ്ട്. കുജവാര ബലി, ചൊവ്വാഴ്ച തോറും നടത്തുന്ന ബലി. അതിനിങ്ങനെ പോത്തിനെ, മഹിഷത്തെ വളരെ ആചാരത്തോടുകൂടി എഴുന്നള്ളിച്ചുകൊണ്ട് പോയി അതിനെ വെട്ടി ബലി കൊടുക്കുന്ന പരാമർശം ബ്രഹ്മയാമളത്തിലുണ്ട്. ഈ പോത്തിന്റെ മാംസം എടുത്ത് തേനും ചേർത്ത് ഭദ്രകാളിക്ക് നിവേദിക്കുന്നതിനെ സംബന്ധിച്ച പരാമർശം ബ്രഹ്മയാമളത്തിൽ കാണാം. ഇത് ഗ്രന്ഥത്തിൽ കാണുന്നത് മാത്രമല്ല, ഈ കർണാടകത്തിലെ നൊളമ്പാവാടിയിലുള്ള കോലാരമ്മ ഭഗവതി ക്ഷേത്രത്തിൽ ഈ ആമളം അനുസരിച്ചാണ് പൂജ കഴിച്ചത് എന്ന് രാജേന്ദ്ര ചോളന്റെ 10ാം ഭരണവർഷത്തിലുള്ള കോലാരമ്മ ശിലാശാസനത്തിൽ കാണാം. ആ ക്ഷേത്രത്തിന്റെ ശ്രീകോവില ഭിത്തിയിലാണ് ഈ ശിലാശാസനം. അവിടെ ഈ ആമളങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ആചാര്യനെ പൂജാരിയായി നിയമിക്കുന്നതിനെ സംബന്ധിച്ച പരാമർശം കാണാം. ഞാൻ ഇത്രയും വിശദമായി പറയാൻ കാരണം, ഈ കേരളത്തിൽ എഴുതപ്പെട്ട തന്ത്രഗ്രന്ഥങ്ങളുടെ സോഴ്സ് മെറ്റീരിയല് ആഗമങ്ങളാണ്. ആ ആഗമങ്ങളിൽ എന്താണ് പറയുന്നത്? ആഗമങ്ങൾ പലപ്പോഴും ഏറ്റവും തൊട്ടുകൂടായ്മയൊക്കെ അതിനകത്തുണ്ടെങ്കിലും അബ്രാഹ്മണികമായ ഒരുപാട് ആരാധനാ സമ്പ്രദായങ്ങൾ അതിനകത്തേക്ക് ലയിച്ചിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിയും. തദ്ദേശീയ ജനവിഭാഗങ്ങളുടെ ആരാധനകളും വ്യവഹാരങ്ങളും അനുഷ്ഠാന രൂപങ്ങളും ഒക്കെ തന്നെ ഇതിലേക്ക് വന്നിട്ടുണ്ട്. സാർ, അടുത്തിടെ ഇപ്പം സാറ് സഹോദരൻ അയ്യപ്പനെയും അല്ലെങ്കിൽ ശിവഗിരി തീർത്ഥാടനം എല്ലാം ഉദ്ധരിച്ചുകൊണ്ട് ചോദിക്കുകയാണ്. നമ്മുടെ മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ്, KPCC അധ്യക്ഷൻ, ഇവരെല്ലാവരും തന്നെ ഇക്കഴിഞ്ഞ ശിവഗിരി തീർത്ഥാടന സമ്മേളനത്തിൽ സനാതനധർമ്മവുമായി ബന്ധപ്പെട്ട് അവരുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കുകയുണ്ടായി. അത്തരം ഒരു പൊതുവേദിയിൽ ഇപ്പോൾ ഉദയനിധി സ്റ്റാലിൻ പോലുള്ള ആളുകൾ, അപ്പോൾ ഇവരുടെ ഈ ഒരു അഭിപ്രായം പ്രകടിപ്പിക്കുന്ന ആ ഒരു ഇതിനെ സാർ എങ്ങനെയാണ് കാണുന്നത്? അത് വളരെ പുരോഗമനപരമായ സാമൂഹ്യ നീതിയുടെ മഹത്വം ഉയർത്തിപ്പിടിക്കുന്ന പ്രസ്താവനയാണ് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെയ്തതെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഉദയനിധി സ്റ്റാലിൻ പറഞ്ഞത് നമ്മൾ സൂക്ഷ്മമായിട്ട് പരിശോധിക്കേണ്ടതുണ്ട്. പിണറായി പറഞ്ഞത് എന്താണ്? സനാതന ധർമ്മം എന്ന് പറയുന്നത് വർണ്ണാശ്രമ ധർമ്മം തന്നെയാണ്. ഉദയനിധി പറഞ്ഞത് എന്താണ്? സനാതന ധർമ്മം കോവിഡ് മഹാമാരി പോലെ ഉന്മൂലനം ചെയ്യപ്പെടണം, അനിഹിലേറ്റ് ചെയ്യപ്പെടേണ്ടതാണ്. അനിഹിലേഷൻ ഓഫ് കാസ്റ്റ് എന്ന് പറയുന്ന ഡോക്ടർ BR അംബേദ്കറുടെ വിഖ്യാതമായ പുസ്തകത്തിന്റെ പേര് നമ്മൾ ഓർക്കണം. അത് നമുക്ക് ചില കാര്യങ്ങൾക്ക് ബദൽ സൃഷ്ടിക്കാൻ പറ്റും. സനാതന ധർമ്മത്തിന് ബദലില്ല. അതിനെ തന്നെ ഉന്മൂലനം ചെയ്യണം, അനിഹിലേറ്റ് ചെയ്യണം. അനിഹിലേഷൻ ഓഫ് കാസ്റ്റ് എന്നതുകൊണ്ട് ഡോക്ടർ BR അംബേദ്കർ അർത്ഥമാക്കുന്നത് അനിഹിലേഷൻ ഓഫ് സനാതന ധർമ്മയാണ്. അങ്ങനെ നമ്മൾ കാണണം. സനാതന ധർമ്മത്തെ ഉന്മൂലനം ചെയ്യണമെന്നാണ് ഡോക്ടർ BR അംബേദ്കർ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ചാതുർവർണ്ണീയ ധർമ്മത്തെ ഉന്മൂലനം ചെയ്യണം. എന്നാൽ മാത്രമേ സാഹോദര്യ ജനാധിപത്യം പരിപാലിക്കാനും ഉറപ്പിക്കാനും കഴിയൂ എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇവിടെ വളരെ വിശദമായ ഒരു പ്രഭാഷണമാണ് മുഖ്യമന്ത്രി ശിവഗിരിയിൽ നടത്തിയത്. 1950 സഹോദരൻ അയ്യപ്പന് ശേഷം ധർമ്മം എന്ന് പറയുന്നത് വർണ്ണാശ്രമ ധർമ്മമാണ് എന്ന് ശിവഗിരിയിൽ പറയാൻ ധൈര്യം കാട്ടിയത് പിണറായി വിജയനാണെന്നുള്ളത് വളരെ പ്രസക്തമായ, പ്രധാനപ്പെട്ട, അഭിനന്ദനീയമായ ഒരു കാര്യമാണ് ഒരു ഭരണാധികാരി പറയുക എന്നുള്ളത്. കാരണം അത് തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ട് കൂടിയാണല്ലോ ഇതിനെയൊക്കെ പിന്നീട് വ്യാഖ്യാനിക്കാൻ സാധ്യത. രൂപത്തിൽ എല്ലാവരും ഏറ്റെടുക്കേണ്ടതുണ്ട്. കാരണം സനാതന ധർമ്മം എന്ന് പറയുന്ന കേവലം ആചാരവും അനുഷ്ഠാനമായിട്ട് നിലനിൽക്കുന്ന ഒന്നല്ല. അങ്കുൽ പലിവാളിന്റെ പഠനം സൂചിപ്പിക്കുന്നത് ഇന്ത്യൻ സർവകലാശാലകളിലെ 96% തസ്തികളിലും സവർണരാണ് അധ്യാപകരായി ജോലി ചെയ്യുന്നത്. ഇതാണ് സനാതന ധർമ്മം എന്ന് പറയുന്നത്. സനാതന ധർമ്മം അനുസരിച്ച് ബ്രാഹ്മണർ മാത്രമാണ് അധ്യാപകരെന്ന് അർത്ഥശാസ്ത്രം പറയുന്നു. ആ വ്യവസ്ഥയാണ് ഇപ്പോഴും പരിപാലിക്കപ്പെടുന്നത്. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞ എന്താണ്? സെക്രട്ടറിയേറ്റ് തസ്തികയിൽ 3% പോലും OBC-കളില്ല. ഇതാണ് സനാതന ധർമ്മം എന്ന് പറയുന്നത്. മാനവഭൂശേഷി മന്ത്രാലയം പാർലമെന്റിൽ വെച്ച കണക്കനുസരിച്ച് ഇന്ത്യൻ IIT-കളിലെ
121 തസ്തിക ഒഴിച്ചാൽ ബാക്കി 121 അധ്യാപക തസ്തിക ഒഴിച്ചാൽ ബാക്കി മുഴുവൻ സവർണരാണ്. സവർണന. ഇതാണ് സനാതന ധർമ്മം. കേരളത്തിലെ ദേവസ്വം ബോർഡ് കോളേജുകളുടെ കാര്യം ഞാൻ പറഞ്ഞു. 96% തസ്തികകളിലും അധ്യാപക തസ്തികകളിലും സവർണരാണ്. ഇതാണ് സനാതന ധർമ്മം. ശബരിമലയിലെ ഒരു അബ്രാഹ്മണ മേശാന്തിയാകാൻ കഴിയുന്നില്ല. സനാതന ധർമ്മം. ഗുരുവായൂരിൽ പാചകക്കാരൻ ബ്രാഹ്മണൻ തന്നെ വേണമെന്ന് ഗുരുവായൂർ ദേവസ്വം ബോർഡ് നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചു. സനാതന ധർമ്മം. കേരളത്തിന്റെ ആസൂത്രണ സാമ്പത്തികാര്യ വകുപ്പിന്റെ റിപ്പോർട്ട് അനുസരിച്ച് കേരളത്തിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ 50-ലധികം പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ പ്രാതിനിധ്യം വട്ടപൂജ്യമാണെന്ന്. ഇങ്ങനെയൊക്കെയാണ് സനാതന ധർമ്മം നിലനിൽക്കുന്നത്. കേരളത്തിലെ മാട്രിമോണിയൽ കോളങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം. ഇതിൽ നന്നായിട്ട് എങ്ങനെ സനാതന ധർമ്മം പരിപാലിക്കാൻ പറ്റും? സനാതന ധർമ്മം എന്താണ്? സ്വജാതി വിവാഹമാണ് സനാതന ധർമ്മത്തിന്റെ അടിയാധാരം എന്ന് പറയുന്നത്. ഇതായിരുന്നല്ലോ അർജുനന്റെ ദുഃഖം. അർജുനന്റെ ദുഃഖം എന്തായിരുന്നു? യുദ്ധത്തിൽ ക്ഷത്രിയന്മാര് കൊല്ലപ്പെട്ടാൽ ക്ഷത്രിയ സ്ത്രീകളെല്ലാം ഇങ്ങനെ നിൽക്കും. അവരെ മറ്റു ജാതിയിൽപ്പെട്ടവർ മറ്റു വർണ്ണത്തിൽപ്പെട്ടവർ വിവാഹം കഴിക്കും. അങ്ങനെ വർണ്ണസങ്കരം ഉണ്ടാവും. ഇതായിരുന്നു അർജുനന്റെ ദുഃഖം. വേറെ വലിയ പ്രശ്നമൊന്നും ഗീതയിലില്ല. ഗീതയിൽ ഒറ്റ പ്രശ്നമേ ഉള്ളൂ. ഈ ക്ഷത്രിയ രാജാക്കന്മാര് കൊല്ലപ്പെട്ട് കഴിയുമ്പോൾ ക്ഷത്രിയന്മാര് കൊല്ലപ്പെട്ട് കഴിയുമ്പോൾ ക്ഷത്രിയ സ്ത്രീകൾ മറ്റുള്ളവരുടെ കൂടെ പോകുമെന്നുള്ള ദുഃഖമേ അർജുനനുള്ളൂ. ആ ദുഃഖത്തിന് കൃഷ്ണൻ പരിഹാരവും പറഞ്ഞു. നീ വിഷമിക്കണ്ട, ചാതുർവർണ്ണ്യമയാ സൃഷ്ടം, ജാതി സൃഷ്ടിച്ചത് ഞാനാണ്. ഗുണകർമ്മ വിഭാഗശ, ഗുണകർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ ചാതുർവർണ്ണയത്തെ സൃഷ്ടിച്ചത് ഞാനാണ്. ഗാന്ധി ഇതേ ആശയം പങ്കുവച്ചിരുന്നു. ഒരു ഭക്തൻ ഗുരുസ്വാമിയോട് ചോദിച്ചു, വർണ്ണാശ്രമം നല്ലതാണെന്നാണ് ഗാന്ധി പറയുന്നത്. ഗുരുസ്വാമി പറഞ്ഞ മറുപടി, ഗാന്ധി വേണ്ടവണ്ണം ആലോചിച്ചിട്ടില്ലായിരിക്കാം. ഗാന്ധി വേണ്ടവണ്ണം ആലോചിച്ചിട്ടില്ലായിരിക്കാം. എന്താണ് ഗാന്ധി ഇങ്ങനെ പറയുന്നത് എന്ന് ഗുരു ചോദിച്ചു. ഗുരു പറഞ്ഞു, ഗുണകർമ്മങ്ങളിൽ സ്ഥായിയായി ഒന്നുമില്ലല്ലോ, പിന്നെ എങ്ങനെ വർണ്ണം നിശ്ചയിക്കാം? ഗുണകർമ്മങ്ങളിൽ സ്ഥായിയായി ഒന്നുമില്ലല്ലോ, പിന്നെ എങ്ങനെ വർണ്ണം നിശ്ചയിക്കാം എന്ന് ഗുരു പറഞ്ഞു. അപ്പൊ ഇങ്ങനെ നോക്കിയാൽ വളരെ ആഴത്തിൽ പരിശോധിക്കേണ്ട ഒരു വിഷയമാണ് സനാതന ധർമ്മം. അത് ഭൂതകാലമല്ല, വർത്തമാനകാലം കൂടിയാണ്. വർത്തമാനകാലം കൂടിയാണ്. സനാതന ധർമ്മം എന്താണ്? അത് അപരത്തെ സൃഷ്ടിക്കുന്ന ഒരു ധാർമ്മിക വ്യവസ്ഥയാണ്. ആളുകളെ മ്ലേച്ഛരാക്കുന്ന ഒരു സങ്കല്പമാണ് സനാതന ധർമ്മം എന്ന് പറയുന്നത്. ഇന്ത്യയിലെ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും എല്ലാം സനാതന ധർമ്മം മ്ലേച്ഛ മതമായിട്ടാണ് കാണുന്നത്. പാഷണ്ഡ മതങ്ങളെന്ന് നമുക്ക് പുരാണങ്ങളിൽ പരാമർശം. ഭവിഷ്യ പുരാണത്തിൽ ഇസ്ലാം മതത്തെ പാഷണ്ഡ മതം എന്നാണ് വിളിക്കുന്നത്. പാഷണ്ഡർ എന്നാണ് വിളിക്കുന്നത്. മറ്റുള്ളവരെ പാഷണ്ഡരായി കാണുന്ന, മറ്റുള്ളവരെ അപരരായി കാണുന്ന വ്യവസ്ഥയുടെ പേരാണ് സനാതന ധർമ്മം എന്ന് പറയുന്നത്. മറ്റുള്ളവരെ ഉൾക്കൊള്ളുന്ന സങ്കല്പമല്ല, ഹീനമായി പുറന്തള്ളുന്ന, ക്രൂരമായി പുറന്തള്ളുന്ന വ്യവസ്ഥയുടെ പേരാണ് സനാതന ധർമ്മം എന്ന് പറയുന്നത്. ആ സനാതന ധർമ്മത്തിനെതിരെയാണ് ഡോക്ടർ BR അംബേദ്കർ സാഹോദര്യ ജനാധിപത്യത്തെ ഉയർത്തിപ്പിടിച്ചത്. ഈ വ്യവസ്ഥക്കെതിരെയാണ് നാരായണ ഗുരുസ്വാമികൾ അപരപ്രിയം എന്ന് പറയുന്ന കാരുണ്യ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചത്. അപരപ്രിയം. നോക്കൂ, മറ്റുള്ളവരെ സ്നേഹിക്കണം എന്ന് പറയുന്ന ഒരു വാചകം സനാതന ധർമ്മത്തിലുണ്ടോ? മറ്റുള്ളവരെ സ്നേഹിക്കണം, മറ്റുള്ളവരെ പ്രണയിക്കണം, വർണ്ണം നോക്കാതെ പ്രണയിക്കണം എന്ന് പറയുന്ന ഒരു വാചകം, പ്രണയത്തെ അനുകൂലിക്കുന്ന ഒരു വാചകം സനാതന ധർമ്മത്തിലുണ്ടോ? ഇല്ല. എന്തുകൊണ്ടാ ഇല്ലാത്തത്? സനാതന ധർമ്മം വർണ്ണസങ്കരത്തെ ഭയപ്പെടുന്നു. മറ്റുള്ളവർ കലർന്നു ജീവിക്കുന്നതിനെ സനാതന ധർമ്മം ഭയപ്പെടുന്നു. പ്രണയത്തെ സനാതന ധർമ്മം ഭയപ്പെടുന്നു. മറ്റുള്ളവർ ഇഷ്ടങ്ങളെ സനാതന ധർമ്മം ഭയപ്പെടുന്നു. ഹീനമായി മറ്റുള്ളവരെ പുറന്തള്ളുന്ന വ്യവസ്ഥാക്രമം മാത്രമാണ് സനാതന ധർമ്മം എന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രിയം എന്ന് പറയുന്ന ഒരു വാക്ക് സനാതന ധർമ്മത്തിന് ഭീതിതമായൊരു വാക്കാണ്. അവിടാണ് ഗുരു പറയുന്നത്, നയമതിനാല നരഞ്ഞു നന്മ നൽകും ക്രിയ അവരപ്രിയ ഹേതുവായി വരണം. മറ്റുള്ളവരുടെ പ്രിയം കൂടി പരിഗണിക്കണം. അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അവരനു കൂടി സുഖത്തിനായി വരണമെന്ന് പറയുമ്പോൾ പിന്നെ അവിടെ ജാതി വ്യവസ്ഥ ഇല്ല. ഒരാൾ ജാതി ആചരിക്കുകയാണെങ്കിൽ അത് അപരന് അസുഖം ഉണ്ടാക്കുന്നതാണ്. അപരന് അസുഖം ഉണ്ടാക്കുന്നതൊന്നും ആത്മസുഖം നൽകുന്നതല്ല. അതുകൊണ്ട് അപരപ്രിയത്തിലാണ് ഗുരുവിന്റെ അഭിപ്രായത്തിൽ ജനാധിപത്യം കുടികൊള്ളുന്നത്. അതുകൊണ്ട് അടിസ്ഥാനപരമായി ഭരണഘടനാ ജനാധിപത്യത്തിനെതിരാണ് സനാതന ധർമ്മം. പക്ഷെ അപ്പോഴും സനാതനധർമ്മം നമ്മുടെ ഒരു സംസ്കാരത്തിന്റെ ഭാഗമാണെന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ അന്നത്തെ ശിവഗിരി തീർത്ഥാടന സമ്മേളനത്തിൽ പറയുന്നത്. നമ്മുടേതു കൂടി പോകുന്ന ഒരു കാഴ്ചപ്പാട്. അതിനെങ്ങനെയാണ് അപ്പൊ സാർ വിലയിരുത്തുന്നത്?
ഈ ചരിത്രപരമായി കാര്യങ്ങളെ കാണാതിരിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട്. ഉം, ഉം, ചരിത്രവിരുദ്ധമായ പരാമർശം നടത്താനും ആളുകൾക്ക് അവകാശമുണ്ട്. ഉം. പക്ഷേ അത് നീതിയുടെ രാഷ്ട്രീയമല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായ ഉം, കാര്യം. ഉം, ഇതിൽ നീതിയില്ല, നീതിയുടെ ചരിത്രവുമായി ഇതിന് യാതൊരു ബന്ധവുമില്ല. ഉം, ഉം, ഇപ്പം നോക്കൂ, ഏതർത്ഥത്തിലാണ് ഇത്തരം ഒരു പ്രസ്താവന വരുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. ഉം, ഉം, ഉം. ഇന്ത്യയിലെ വേദങ്ങളും ഇതിഹാസങ്ങളും പുരാണങ്ങളും എല്ലാം പരിശോധിച്ചാൽ അതൊക്കെ തന്നെ ഇന്ത്യയിലെ ദളിതരെ, ആദിവാസികളെ, പിന്നോക്ക ജനതയെ പുറന്തള്ളുന്ന ഒരു വ്യവസ്ഥയാണ് സനാതന ധർമ്മം എന്ന് ഉം, പറയുന്നത്. അത് ഇന്ത്യയുടെ സംസ്കാരമാണെന്ന് പറയുന്നത് ആരുടെ സംസ്കാരമാണ്? അത് സവർണന്റെ മാത്രം സംസ്കാരമാണ്. ഉം, ഉം, ഇതെല്ലാവരുടെയും സംസ്കാരമാണെന്ന് ഇന്ത്യയിൽ ഒരാൾക്കേ പറയാൻ കഴിയൂ, സവർണന് മാത്രമേ പറയാൻ കഴിയൂ. ഉം. ഒരു സവർണനല്ലാതെ ഒരു മനുഷ്യന് പറയത്തില്ല. ഇന്ത്യയിലെ എനിക്ക് തോന്നുന്നില്ല കോൺഗ്രസിന്റെ ദേശീയ നേതാവായ മല്ലികാർജുൻ ഖാർഗെ സനാതന ധർമ്മം എല്ലാവരുടേതുമാണെന്ന് ഖാർഗെ പറയുമെന്ന് എനിക്ക് പറയൂ. തോന്നുന്നില്ല. ഉം, ഖാർഗെ പറയില്ല. ഉം, ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയും സനാതന ധർമ്മം എല്ലാവരുടെയും സംസ്കാരമാണെന്ന് പറയുമെന്ന് എനിക്ക് പറയും. തോന്നുന്നില്ല. പറഞ്ഞാൽ അത് ഉടൻ തന്നെ തിരുത്തണം. ഉം, അപ്പൊ അതുകൊണ്ട് കേരളത്തിന്റെ തന്നെയല്ല, ഇതിനകത്ത് രസകരമായ ഒരു കാര്യം, ശബരിമലയിൽ സ്ത്രീകൾ പ്രവേശിച്ചപ്പോൾ ഉം, അതിനുശേഷം ഒരു ബില്ല് പാസ്സാക്കിയല്ലോ. ഉം, ബില്ല് പാസ്സാക്കി വെച്ചാൽ ഒരു നിയമം ഉണ്ടാക്കിയിട്ടുണ്ട് ഉം, അന്നത്തെ പ്രതിപക്ഷം ഉം, ഉം, നിയമസഭാ തെരഞ്ഞെടുപ്പില്. ഉം. അതിലെന്താ പറഞ്ഞത്? ശബരിമലയിൽ പ്രവേശിക്കുന്ന സ്ത്രീകൾക്ക് കഠിന തടവ് കൊടുക്കുമെന്നല്ലായിരുന്നോ നിയമം ഉണ്ടാക്കിയത്? ഉം. ബില്ല് അവരുടെ തെരഞ്ഞെടുപ്പ് പത്രികയിൽ അതല്ലേ പത്രികയില്. ഉൾപ്പെടുത്തിയത്? അപ്പോ ശബരിമലയിൽ സ്ത്രീ പ്രവേശനം ഉണ്ടായാൽ പ്രവേശിക്കുന്ന സ്ത്രീകൾക്ക് കഠിന തടവ് കൊടുക്കുമെന്ന് പറഞ്ഞ ആളുകള് സനാതനധർമ്മം എല്ലാവരുടെയും സംസ്കാരമാണെന്ന് പറയുന്നതിൽ എനിക്ക് അത്ഭുതമൊന്നുമില്ല. ഉം, സ്ത്രീവിരുദ്ധമായ പ്രസ്താവന നടത്തുന്നവർ സനാതനധർമ്മം നല്ലതാണെന്ന് പറയും. കാരണം അത് കീഴാള വിരുദ്ധമാണ്. സനാതനധർമ്മം ജനാധിപത്യ വിരുദ്ധമാണ്. സ്ത്രീ സ്വാതന്ത്ര്യം അർഹതി എന്ന് പറയുന്നത് ഈ സനാതനധർമ്മമാണ്. ഉം, ഉം, അസ്വതന്ത്ര സ്ത്രീയ നാദിചരയത് ഭർത്താരം എന്നാണ് ധർമ്മസൂത്രം പറയുന്നത്. സ്ത്രീകൾ അസ്വതന്ത്രകളാണ്, അവൾ ഭർത്താവിനെ ഉല്ലംഘിക്കാൻ പാടില്ല ഉം, ഉം. എന്നാ സനാതനധർമ്മം പറയുന്നത്. വ്യവഹാരമാല മുതലായ ഗ്രന്ഥങ്ങൾ അനുസരിച്ച് അന്തസ്സായിട്ട് ഒരാൾക്ക് കസേര ഇരിക്കാൻ കഴിയില്ല. ഒരു അവർണൻ സവർണന്റെ കൂടത്തിൽ ഒരു കസേര പീഠം പങ്കിട്ടാൽ അവർണന്റെ പൃഷ്ഠം പകുതി ഛേദിച്ചു കളയണമെന്നാണ് വ്യവഹാരമാല പറയുന്നത്. ഈ സംസ്കാരം അങ്ങനെയാണ് എല്ലാവരുടെയും സംസ്കാരമായി മാറുന്നത്. സനാതന ധർമ്മം എല്ലാവരുടെയും സംസ്കാരമാണെങ്കിൽ ഈ സനാതന ധർമ്മത്തെ കൈവിട്ട് ഒഴിഞ്ഞ് ഉപേക്ഷിച്ചല്ലേ സാക്ഷാൽ ഡോക്ടർ ബി ആർ അംബേദ്കർ ബുദ്ധമതത്തിലേക്ക് പോയത്. ഉം. സനാതനധർമ്മം വിശിഷ്ടമായിരുന്നെങ്കിൽ എന്തുകൊണ്ട് അദ്ദേഹം അത് ഉപേക്ഷിച്ചു? യോളാ പ്രസംഗമുണ്ട്, ഡോക്ടർ ബി ആർ അംബേദ്കറിന്റെ യോളാ പ്രസംഗം. എന്താണ് ആ യോളാ പ്രസംഗത്തിൽ അംബേദ്കർ പറഞ്ഞത്? ഹിന്ദുവായി ജനിച്ച് ഞാൻ ഒരിക്കലും ഹിന്ദുവായി മരിക്കില്ല. മരിക്കില്ല. അതിനെതിരെ രംഗത്ത് വന്നതും ഗാന്ധിയാണ്. അനിഹിലേഷൻ ഓഫ് കാസ്റ്റിനെതിരായി രംഗത്ത് വന്നതും ഗാന്ധിയാണ്. അംബേദ്കർ ഹിന്ദുവിന്റെ ശത്രുവാണെന്ന് പറഞ്ഞതും ഗാന്ധിയാണ്. ഉം. 1956 50കളിൽ ഉം. ഡോക്ടർ ബി ആർ അംബേദ്കർ BBC ഒരു ഇന്റർവ്യൂ കൊടുക്കുന്നുണ്ട്. ആ ഇന്റർവ്യൂവിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട് ഗാന്ധിയെ പറ്റി. ഉം, ഉം. വർണ്ണാശ്രമത്തെ തന്റെ ജീവിത വ്രതമായി ഗാന്ധി കണ്ടു. വർണ്ണാശ്രമത്തെ ഹൃദയഭാവമായി കണ്ട ഗാന്ധി, ആ ഗാന്ധിയെ വിശ്വസിക്കുന്ന ജനങ്ങൾ എത്രമാത്രം പതിതരായി പോകുന്നു എന്ന കാര്യത്തെ പറ്റിയും അംബേദ്കർ ആകുലപ്പെടുന്നുണ്ട്. അപ്പൊ വർണ്ണാശ്രമത്തിന്റെ തത്വമാണ് ഗീത എന്ന് പറയുന്നത്. ഉം, ഉം. അതുകൊണ്ട് ഇന്ത്യയില് വലത്തുപക്ഷ ആശയങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നവർ സനാതനിസ്റ്റുകളായി രംഗപ്രവേശം ചെയ്യും. ഉം, ഉം, ഉം. അതുകൊണ്ട് ഇടത്തുപക്ഷത്ത് നിൽക്കുന്ന, ഞാൻ വിശാലാർത്ഥത്തിൽ ഇവിടെ ഇടത്തുപക്ഷം എന്ന് ഉം, ഉം, പറയുന്നത് ഉം, ഉം. സാഹോദര്യത്തിന്റെ, നീതിയുടെ, സമത്വത്തിന്റെ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്നവരെയാണ് ഞാൻ ഇടത്തുപക്ഷം എന്നതുകൊണ്ട് വ്യവഹരിക്കാൻ ഉം, ആഗ്രഹിക്കുന്നത്. ഉം, ഉം. അത് ഏതെങ്കിലും ഒരു പാർട്ടി പക്ഷത്തെ പറ്റിയല്ല ഞാൻ പരാമർശിക്കുന്നത്. അതുകൊണ്ട് നീതിയുടെ, സാഹോദര്യത്തിന്റെ, സമത്വത്തിന്റെ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്നവർ ഒരിക്കലും സനാതനധർമ്മത്തിന്റെ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കില്ല. സനാതനധർമ്മ സംസ്കാരമാണ് നൂറ്റാണ്ടുകൾ ഇന്ത്യയിലെ കീഴാളരെ, ദളിതരെ, ആദിവാസികളെ അടിച്ചമർത്തിയത്, ഇപ്പോഴും അടിച്ചമർത്തിക്കൊണ്ടിരിക്കുന്നത്. ഉം, ഉം. ആ സനാതന ധർമ്മത്തിൽ നിന്ന് മോചനത്തിന്റെ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ്, ഉം, ഉം. വിമോചനാത്മകമായ മോചനത്തിന്റെ ഒരു രാഷ്ട്രീയം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ബുദ്ധമതത്തിലേക്ക് പരിവർത്തനം ചെയ്തത്. ഉം, ഉം. ബുദ്ധമതത്തിലേക്കുള്ള പരിവർത്തനം സനാതന ധർമ്മത്തിന്റെ വിമർശന സ്ഥാനമായിരുന്നു നമ്മൾ കാണണം. ഉം, ഉം. ഞാൻ രാമനെയും കൃഷ്ണനെയും ആരാധിക്കില്ല എന്നാ പറഞ്ഞത്. ഉം. ബുദ്ധമതത്തിലേക്ക് പരിവർത്തനം ചെയ്യുമ്പോൾ അംബേദ്കർ പറഞ്ഞത് ഞാൻ രാമനെയും കൃഷ്ണനെയും ആരാധിക്കില്ല. ആരാധിക്കില്ല. ഉം. നാരായണ ഗുരുസ്വാമികളുടെ നേർശിഷ്യൻ സഹോദരൻ അയ്യപ്പൻ ഉം. ഗാന്ധിയോട് ചോദിക്കുന്നുണ്ട്, യുവർ ശ്രീകൃഷ്ണ വാസ് എ റെഗുലർ മർഡറർ. നിങ്ങളുടെ കൃഷ്ണൻ ഒരു പരമ്പര കൊലയാളിയല്ലായിരുന്നു എന്നാണ്. ഗാന്ധിയുടെ മുഖത്ത് നോക്കിയാണ് സഹോദരൻ അത് ചോദിച്ചത്. ഉം, ഉം. ഗാന്ധിക്ക് ഉത്തരവുണ്ടായിരുന്നില്ല സഹോദരന്റെ മുമ്പിൽ. അപ്പൊ ഇങ്ങനെ ഈ സനാതന ധർമ്മത്തിനെതിരായ ഒരു വലിയ സംസ്കാരമുണ്ട്. നാരായണ ഗുരുസ്വാമികൾ ഈ സനാതന ധർമ്മത്തിനെതിരെ അല്ലേ പോരാടിയത്? അപ്പൊ സനാതന ധർമ്മം എല്ലാവരുടെയും സംസ്കാരമാണെന്ന് പറഞ്ഞ ഗുരുവിനെ അപമാനിക്കലല്ലേ അത്?
സനാതനധർമ്മം എല്ലാവരുടെയും സംസ്കാരമാണെന്ന് പറയുന്നവർ മഹാത്മാ അയ്യങ്കാളിയെ അപമാനിക്കുകയല്ലേ ചെയ്യുന്നത്? സനാതനധർമ്മം എല്ലാവരുടെയും സംസ്കാരമാണെന്ന് പറയുന്നവർ ഡോക്ടർ ബി ആർ അംബേദ്കറെ അപമാനിക്കുകയാണ് ചെയ്യുന്നത്. സനാതനധർമ്മം എല്ലാവരുടെയും സംസ്കാരമാണെന്ന് പറയുന്നവർ ഇന്ത്യൻ ഭരണഘടനയെ അപമാനിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, സനാതനധർമ്മികൾ, സനാതനിസ്റ്റുകൾ ഇന്ത്യൻ ഭരണഘടനയ്ക്കെതിരായിട്ടാണ് നിലകൊള്ളുന്നത്. അതുകൊണ്ട് ഇന്ത്യൻ ഭരണഘടനയുടെ രാഷ്ട്രീയ ജാഗ്രത ഉൾക്കൊള്ളുന്നവർ സനാതനധർമ്മത്തിന്റെ ധാർമ്മിക വ്യവസ്ഥ ഉപേക്ഷിച്ചേ മതിയാവും എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. സനാതനധർമ്മം അനുസരിച്ച് ആൾക്ക് അന്തസ്സായിട്ട് റോഡിലൂടെ നടക്കാൻ പറ്റില്ലായിരുന്നു. ആ സനാതനധർമ്മ വ്യവസ്ഥയെ വെല്ലുവിളിച്ചുകൊണ്ടാണ് അയ്യങ്കാളി അന്തസ്സായിട്ട് വില്ലുവണ്ടി വായിച്ചു പോയത്. ഈ സനാതനധർമ്മത്തെ വെല്ലുവിളിച്ചുകൊണ്ടാണ്. ഈ സനാതനധർമ്മത്തിന്റെ വ്യവസ്ഥ അനുസരിച്ച് എല്ലാവർക്കും വിദ്യാഭ്യാസം ചെയ്യാൻ അധികാരം ഉണ്ടായിരുന്നില്ല. അവിടെയാണ് പഞ്ചമിയും കൊണ്ട് സ്കൂളിൽ പ്രവേശിച്ച് സനാതനധർമ്മത്തെ അയ്യങ്കാളി വെല്ലുവിളിച്ചത്. സനാതനധർമ്മം അനുസരിച്ച് നാരായണ ഗുരുവിന് പ്രതിഷ്ഠ ചെയ്യാൻ അധികാരമില്ല. വിപ്രകുലീനഹ, വിപ്രന് മാത്രമേ പ്രതിഷ്ഠ അധികാരമുള്ളൂ തന്ത്രസമുച്ചയം പറയുന്നു. ആ സനാതനധർമ്മത്തെ വെല്ലുവിളിച്ചുകൊണ്ടാണ് നാരായണ ഗുരുസ്വാമികൾ അരികുപ്പുറത്ത് തുടർന്ന് ധാരാളം ക്ഷേത്രങ്ങളിൽ ക്ഷേത്രപ്രതിഷ്ഠ നടത്തിയത്. സനാതനധർമ്മം അനുസരിച്ച് ഒരു ശൂദ്രന് താഴെയുള്ള ഒരു മനുഷ്യർക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്താൻ കഴിയുമായിരുന്നില്ല. ആ സാഹചര്യത്തിലാണ് നാരായണ ഗുരുസ്വാമികളുടെ നേതൃത്വത്തിൽ ധാരാളം വിദ്യാലയങ്ങൾ തുടങ്ങിയത്. സംസ്കൃത വിദ്യാലയം തന്നെ നാരായണ ഗുരുസ്വാമികൾ സ്ഥാപിച്ചു. അങ്ങനെ നമ്മൾ ആളുകളുടെ ചരിത്രം എടുത്ത് പരിശോധിക്കൂ. നാരായണ ഗുരുവിന്റെ ശിഷ്യൻ ആനന്ദതീർത്ഥ സ്വാമികൾ ഈ സനാതന ധർമ്മികളുടെ അടികൊണ്ടല്ലേ രക്തം ഛർദ്ദിച്ചത്? ടി കെ മാധവൻ അദ്ദേഹത്തിന് വളരെ നേരത്തെ മരിച്ചു പോകേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? ഈ സനാതനിസ്റ്റുകളുടെ അടി കൊണ്ടുകൊണ്ടല്ലേ. സനാതനിസ്റ്റുകളല്ലേ രാമനിടയാളുടെ കണ്ണിൽ ചുണ്ണാമ്പെഴുതിയത്? അപ്പൊ സനാതനികൾ ഇന്ത്യയോട് ചെയ്തത് എന്താണ്? സനാതനികൾ സ്വാതന്ത്ര്യത്തിനും സമത്വത്തിനും സാഹോദര്യത്തിനും എതിരായിട്ടാണ് പ്രവർത്തിച്ചത്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, സനാതനിസ്റ്റുകൾ വർത്തമാനകാല ഇന്ത്യയിലുമുണ്ട്. അവരെ എക്കാലത്തും ഇന്ത്യയെ ജനാധിപത്യത്തിൽ ഉറപ്പിക്കാൻ സമ്മതിക്കാതെ ചാതുർവർണ്ണയത്തിൽ തന്നെ ഇന്ത്യൻ സമൂഹത്തെ കൊണ്ടുപോകാനാണ് ഉദ്ദേശിക്കുന്നത്. അവരതിലൂടെ ലക്ഷ്യമാക്കുന്നത് ഇന്ത്യ ഒരു സവർണ ഒളിഗാർക്കിയായി നിലനിൽക്കണം. ഇന്ത്യൻ ഭരണകൂടം ഒരു സവർണ ഒളിഗാർക്കിക്കൽ ഭരണകൂടമായി നിലനിൽക്കാനാണ് അവർ ലക്ഷ്യമിടുന്നത്. അതുകൊണ്ട് സാഹോദര്യ ജനാധിപത്യവാദികൾ സനാതനധർമ്മത്തിന്റെ കാപട്യത്തെ, അതിന്റെ ചരിത്ര വിരുദ്ധതയെ, അതിന്റെ സമത്വ വിരുദ്ധതയെ, അതിന്റെ സാഹോദര്യ വിരുദ്ധതയെ പറ്റി ആഴത്തിൽ അവബോധം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കതിനെതിരായ പ്രതിരോധം തീർക്കാൻ കഴിയൂ. ഗാന്ധിയെ തിരുത്തിയ ശ്രീനാരായണ ഗുരു, അതായത് ചാതുർവർണ്ണയത്തെ വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ അതൊരു വസ്തുതയാണെന്ന് വിശ്വസിക്കുന്ന ഒരാളെ തിരുത്തിയ ശ്രീനാരായണ ഗുരു. അപ്പൊ ഗാന്ധിക്ക് വർണ്ണാശ്രമ ധർമ്മത്തെ സംബന്ധിച്ച് വർണ്ണാശ്രമ ധർമ്മം ഹീനമായൊരു വ്യവസ്ഥയായിരുന്നു എന്നും അത് ഇന്ത്യയിലെ കീഴാളരെയും ദളിതരെയും ആദിവാസികളെയും പിന്നോക്ക ജനതയെയും ബഹുജനങ്ങളെയും സ്ത്രീകളെയും അടിച്ചമർത്തുന്ന ഒരു വ്യവസ്ഥയായിരുന്നു എന്ന് ഗാന്ധിക്ക് എത്രമാത്രം ബോധ്യം വന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ നമ്മൾ സംശയിക്കും. ഗാന്ധി അംബേദ്കർ സമന്വയവാദികളാണ്, പക്ഷെ അവരെപ്പോഴും ജാനിരിക്കുക 360 ഡിഗ്രി ഗാന്ധിയിലേക്കായിരിക്കും. ഈ അടുത്ത കാലത്ത് പറഞ്ഞതൊരു കാര്യം, കഴിഞ്ഞ മാസമാണെന്ന് തോന്നുന്നു പത്രത്തിൽ വാർത്ത വന്നു, അംബേദ്കർ ശാഖ സന്ദർശിച്ചിരുന്നു, RSSന്റെ ശാഖ അംബേദ്കർ സന്ദർശിച്ചിരുന്നു. അപ്പൊ ഇങ്ങനെ കെട്ടുകഥകൾ പറഞ്ഞുകൊണ്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന അംബേദ്കർക്കെതിരെ രംഗത്ത് അന്ന് തന്നെ പല നിയമങ്ങളും ഹിന്ദു കോഡ് ബിൽ അവതരിപ്പിച്ചപ്പോൾ അംബേദ്കർക്കെതിരെ രംഗത്ത് വന്ന ആരാണ്?